9ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് വഫിക്ക് ചേരുംപടി ചേർക്കാനാണ്. 7 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ അപ്പുറത്തെ കള്ളിയിൽ നൽകിയിട്ടുണ്ട്. യോജിച്ചത് നമ്മളതിന് നേരെ എഴുതി കൊടുത്താൽ മതി. അതിലൊന്നാമത്തത് മാത്ത ഷുഐബു വമമാഴഹു, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ കൂടെയുള്ള ആളും മരിച്ചു. എവിടെ? ബിമക്ക, മക്കയിലാണ് മരിച്ചത്. രണ്ടാമത്തത് കൗമു ഷുഐബ്, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം ഏതു പേരിലാണ് അറിയുന്നത്? അഹ്ലു മദിയൻ, മദിയനുകാരാണ് അവർ. മൂന്നാമത്തത് ഇസ്മു മലിക്ക് മിസ്ർ, മിസ്റിലെ രാജാവിൻ്റെ പേരെന്താണ്? റയ്യാൻ ബിനു വലീദ്, റയ്യാൻ ബിനു വലീദ്. ഇനി ഇസ്മു ജാരിയത്തി ലയ്യ, ലയ്യയുടെ അടിമ സ്ത്രീയുടെ പേരെന്താണ്? സുൽഫയാണ്, സുൽഫ. 5 ഇസ്മു ജാരിയത്തി റാഹീല, റാഹീലയുടെ അടിമ സ്ത്രീയുടെ പേരെന്താണ്? ബൽഹ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. 6 അർസലല്ലാഹു ലൂത്തൻ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു എങ്ങോട്ടാണ് അയച്ചത്? ഇല അഹ്ലി സന്തൂം, സന്തൂമിലേക്കാണ്. ഒരു വളരെ തെമ്മാടികളും മോശപ്പെട്ട ആളുകളും, സമൂഹത്തിൽ ഇത്രയും വലിയ മോശപ്പെട്ട ആൾക്കാർ വേറെ ഇല്ലല്ലോ, നമ്മൾ പഠിച്ചതാണത്. 7 ഉമ്മു ഇസ്ഹാക്ക്, ഇസ്ഹാക്ക് നബിയുടെ ഉമ്മ ആരാണ്? സാറയാണ്. ഇസ്മായിൽ നബിയുടേതോ ഹാജറ ബീവിയുമാണ്. രണ്ടുപേരും ഇബ്രാഹിം നബിയുടെ പ്രസിദ്ധരായ മക്കളാണ്. ഇനി രണ്ടാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ അവസാനം എഴുതി അറിയിക്കുക. രണ്ടാമത്തത് മനിൽ കായിലു, ആര് പറഞ്ഞു എന്നുള്ള ചോദ്യമാണ്. വ അല്ലമ ആദമുൽ അസ്മാ കുല്ലഹ, ആദം നബിക്ക് എല്ലാ പേരുകളും നമ്മൾ പഠിപ്പിച്ചു. അള്ളാഹു ജല്ല ജലാലുഹു, അള്ളാഹുവാണത് പറയുന്നത്. രണ്ടാമത്തത് ലീ ഇലൈക്ക ഹാജത്തുൻ, നിന്നെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. ഇതാര് പറഞ്ഞതാണ്? ഇദ്രീസ് നബി അസ്രായിലിനോട് പറഞ്ഞതാണ്. അസ്രായിൽ മലക്ക് റൂഹിനെ പിടിക്കാൻ വന്ന മലക്കിനോട് പറഞ്ഞതാണ്. മൂന്നാമത്തത് ഇർക്കബൂ ഫീഹ ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ കപ്പലിൽ കയറുക എന്ന് ആര് പറഞ്ഞതാണിത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. നാലാമത്തത് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, ഒരു ദിവസത്തെ വലിയ അദാബിനെ, ശിക്ഷയെ ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നു. ഇതാര് പറഞ്ഞതാണ്? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തത് തെമ്മിം പൂർത്തിയാക്കാനാണ്. അപ്പോൾ പൂർത്തിയാക്കാനൊക്കെ അറിയണമെങ്കിൽ പാഠം നമ്മൾ അർത്ഥം വെക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ 3-4 പാഠങ്ങളൊക്കെ 1-2-3 തവണ ഒന്ന് അർത്ഥം വെച്ച് വായിച്ച് നോക്കുക. അങ്ങനെയാകുമ്പോൾ ഇതുപോലത്തെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളും പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. 3-1 ആഷഹൂദുൻ 400 വസന, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു ആ കാലം. വ 40 സന, 464. അപ്പോൾ 400 എന്ന് അവിടെ ഉണ്ട്, ബാക്കി അവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 64 എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ഖാല ഇബ്രാഹിമു സലാമുൻ അലൈക്കും വഅതസിലിക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, ഇത് ഇബ്രാഹിം നബി തൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ വിട്ട്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിട്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി പോവുകയാണ്. അപ്പോൾ തദ്ഊന അല്ലെങ്കിൽ തഅബുദൂന എന്നതാണ് അവിടെ വരുന്നത്. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെയും നിങ്ങളെയും വിട്ട് ഞാനിവിടുന്ന് പോവുകയാണ്. അതാണ് അതിൻ്റെ ആശയം. മൂന്നാമത്തത് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻലുർ മാതാ തറ എന്നുള്ളതാണ്. ഓ കുഞ്ഞുമോനെ, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, എന്താണ് നിൻ്റെ അഭിപ്രായം? ഫൻലുർ മാതാ തറ, നീ എന്താണ് നിൻ്റെ അഭിപ്രായം? അവിടെ മാതാ തറയാണ് വിട്ടുപോയിട്ടുള്ളത്. നാലാമത്തത് കാല യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹിയ റാവത്തിനി അൻ നഫ്സി, അവളാണ് എന്നെ ആഗ്രഹിച്ചത്.
എൻ്റെ ശരീരത്തെ അവളാണ് ആഗ്രഹിച്ചത്. അതാണ് അൻ നഫ്സി എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി നാലാമത്തത് അജിബ്, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. അതിലൊന്നാമത്തത് കം സിന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന ഉലിദ ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് നബിയെ പ്രസവിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ വയസ്സെത്രയായിരുന്നു? മിഅത്തൻ വൈഷുറൂനയാണ്. മിഅത്തൻ വൈഷുറൂന അഥവാ 120. രണ്ടാമത്തത് കൈഫ ഖാന അഹ്ലു സന്തൂം, സന്തൂമുകാരെങ്ങനെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു. വക്കാനു അഫ്ജറൻ നാസി വാക്ഫറഹും, തെമ്മാടികളും അതുപോലെ തന്നെ ബഹുദേവ ആരാധകരും. വാസ്വഹും യക്തഊന സബീല വലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലുഹു, തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തിരുത്തൂല, വഴിയാത്രക്കാരെ കൊള്ളയടിക്കും തെമ്മാടികളാണ്, അതുപോലെ തന്നെ ബഹുദൈവ ആരാധന കൂടിയവരാണ്. മൂന്നാമത്തത് കം സനത്തൻ മകസ യാക്കൂബ് ഫി മിസ്ർ. മിസ്റിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം താമസിച്ചു? 17 സന, 17 വർഷം ജീവിച്ചു. 4 മുദ്ദത്തു ലുബുസി യൂസുഫ് ഫി സിജിനി കംഹിയ. യൂസുഫ് നബി ജയിലിൽ താമസിച്ച കാലം 12 സന, 12 വർഷം ജയിലിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചു. 5 മാതാ കാല യൂസുഫ് ഹീന ജാ ഇഖ്വത്തുഹു മറത്തൻ സാലിസ. മൂന്നാമത്തെ തവണയും അവരുടെ സഹോദരന്മാർ യൂസുഫ് നബിയുടെ അടുത്തേക്ക് വന്ന സമയത്ത് എന്താണ് അവർ പറഞ്ഞത്? ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വാഹീഹി. യൂസുഫിനെ കൊണ്ടും യൂസുഫിൻ്റെ സഹോദരനെ കൊണ്ടും എന്തൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് യൂസുഫ് നബി ചോദിച്ചത്. ഇനി 5-മത്തത് ബയ്യൻ, വ്യക്തമാക്കാനുള്ളൊരു ചോദ്യമാണ്. അതിലൊന്നാമത്തത് ഉംറു യൂസുഫ്. യൂസുഫ് നബിയുടെ വയസ്സെത്രയാണ്? മിഅത്തൻ വഇശ്റൂന, 120 2 അദദു ഔലാദി ലയ്യ. ലയ്യയുടെ മക്കളുടെ എണ്ണം എത്രയാണ്? 6 ഔലാദിൻ, 6 കുട്ടികളാണ്. മൂന്നാമത്തത് ലൂത്ത് ഇബ്നു മൻ. ലൂത്ത് ആരുടെ മകനാണ്? ഹാറാൻ്റെ മകനാണ് ലൂത്ത്. 4-മത്തത് മൻ ബന ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് ആരാണ് പണിതത്? ഇസ്ഹാക്ക് അലൈഹി സ്വലാത്തു വസ്സലാമാണ് പണിതത്. അതുപോലെ തന്നെ 5-മത്തത് ഉംറു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയസ്സ് 137 137 വയസ്സാണ്. ഇനി അടുത്തത് 6-മത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീ, നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് തണുപ്പും രക്ഷയുമാവുക. അപ്പം തീ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമായി. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 2 പേപ്പറിലും ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളെ ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. താരീഖായതുകൊണ്ട് നമുക്കറിയാലോ, മറ്റു വിഷയങ്ങളെ പോലെയല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. ജനിച്ച തീയതി, അതുപോലെ തന്നെ മരിച്ച തീയതി, സ്ഥലങ്ങൾ, അവർ ഭരിച്ച നാട്, അതുപോലെ തന്നെ എത്ര കാലം അവിടെ താമസിച്ചു, ഭരിച്ചു തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ പേരുകൾ, ഭാര്യയുടെ പേര്, മക്കളെ പേര് തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം പഠിച്ച് പോയാലേ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് താരീഖിൽ പ്രത്യേകിച്ച് നമ്മളൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്നും എഴുതി പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് പോവുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.